സാധാരണ ഒരു അഭിഭാഷകനെ നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ചും പ്രശാന്തിനെ പോലുള്ള ഒരു ഇന്ത്യൻ നിയമവ്യവസ്ഥയെക്കുറിച്ച് തികഞ്ഞ ആദരവും ആഴമേറിയ അനുഭവ സമ്പത്തുമുള്ള ഒരാൾ നമ്മുടെ ഈ ചർച്ചയിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. വാസ്തവത്തിൽ ഞാൻ മാതൃഭൂമി ടെലിവിഷൻ്റെ ചുമതലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് ഒക്കെ ഞാൻ ഈ ചർച്ചയ്ക്ക് മിക്കവാറും ആളുകളെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ വിളിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ആളുകൾ നോക്കുന്നത് ഈ വിഷയത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പഠിച്ചവരെ അല്ല അധികം അന്വേഷിക്കുക. പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു കമൻറ്റ് പറഞ്ഞ് അവരെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ളതാണ്. അത് കുറച്ചുകൂടി കോൺട്രവേഴ്സ്യലായിട്ടുള്ളൊരു ഫിഗർ ആവട്ടെ, അങ്ങനെയാണെങ്കിൽ അവരെ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇന്നേ വരെ അങ്ങനത്തെ ചർച്ചയിൽ പങ്കെടുക്കാത്ത ഒരാളുമാണ്. അത്തരം ചർച്ചകളുടെ ഒരു ഫ്യൂട്ടിലിറ്റിയെക്കുറിച്ച്, അതിൻ്റെ ഒരു നിഷ്ഫലതയെക്കുറിച്ച് എനിക്കറിയാം. ഇപ്പം അത്തരം ചർച്ചകൾ ശരിക്കും പറഞ്ഞാൽ ഒരു തിയേറ്ററിക്സ് തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. അത് ഒരു അങ്ങനത്തെ ആ രീതിയിൽ അത് മാറിയിട്ടുണ്ടെന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് ഞാൻ പ്രശാന്തനെ കിട്ടിയപ്പോൾ എനിക്ക് ചോദിക്കാനും ഉന്നയിക്കുവാനുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നു. ഇപ്പോൾ ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ 2 ഇൻസിഡൻസ് ഞാനിവിടെ നിന്ന് പറയുന്നുണ്ട്. അതിലൊന്ന്, കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ എല്ലാ സമുദായങ്ങൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം ലഭിച്ചു. കേരള സമൂഹം അത് നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിഹ്നമായിട്ടാണ് അത് കണ്ടത്. നവോത്ഥാനം കേരളത്തിൽ കടന്നു വരുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു തുടക്കമായിട്ടാണ് നമ്മളതിനെ കണ്ടത്. പക്ഷേ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ജനങ്ങൾ യഥാർത്ഥത്തിൽ ശ്രീകോവിലിൻ്റെ മുമ്പിലേക്ക് അവർക്ക് പ്രവേശനമുണ്ടായില്ല. അവർക്ക് ശ്രീകോവിലിൻ്റെ മുമ്പിലേക്ക് പ്രവേശനമുണ്ടായില്ല. അവിടെ തന്ത്രിയുടെയും പൂജാരിയുടെയും അധീശത്വം അവിടെ നിലനിന്നു. ഈ അധീശത്വം പിന്നീട് സമൂഹത്തിൻ്റെ എല്ലാ രംഗങ്ങളിലേക്കും അത് റിഫ്ലക്റ്റ് ചെയ്തു. നമ്മൾ ചർച്ച ചെയ്യുന്ന പല അജണ്ടകളും നമ്മൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലായി. ഈ അടുത്ത കാലത്ത് ജഫ്രം ജാർക്ക് എഴുതിയ മനോഹരമായിട്ടുള്ളൊരു ലേഖനം ഉണ്ടായിരുന്നു. അത് ചൈനയിലും ഇന്ത്യയിലുമുള്ള വികസന പ്രവർത്തനങ്ങളുടെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ നിർവഹണം സംബന്ധിച്ചായിരുന്നു. ഇന്ത്യയിലെയും ചൈനയിലെയും വികസന പ്രവർത്തനങ്ങളുടെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ നിർവഹണം സംബന്ധിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, ചൈനയിലൊരു വലിയ പദ്ധതി അവിടെ സമർപ്പിക്കപ്പെടുമ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടോ എന്ന പഠനത്തിനാണ് അവിടെ ആദ്യത്തെ മുൻഗണന നൽകുന്നത്. ഇത് നിങ്ങളുടെ ഇന്ത്യയിലാണെങ്കിൽ ഇത് ഏതെങ്കിലും മതത്തെ ബാധിക്കുമോ, ഏതെങ്കിലും മതത്തിന് ഗുണമാവുമോ എന്ന അടിസ്ഥാനത്തിൽ ആണെന്നാണ്. അപ്പം വികസന പ്രവർത്തനം പോലും നമ്മൾ ഇന്നത്തെ കാലത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ചർച്ച ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അമരത്തിരിക്കുന്ന ആളുകൾ തന്നെ ഇന്ന് നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണൊന്ന്. അത് ഞാൻ ആ ഉദാഹരണങ്ങൾ മുഴുവൻ പറയുന്നില്ല. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്ന് പ്രശാന്തിന് ഓർമ്മയുണ്ടാവും. അലഹബാദിലൊരു ഹൈക്കോടതിയിലെ ജഡ്ജി പറഞ്ഞത്, ഓക്സിജൻ ശ്വസിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്ന ഏക ജീവി പശുവാണ് എന്ന് അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ പറയാണ് അദ്ദേഹം. അതുകൊണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നത് അതിനേക്കാൾ അപകടകരമായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള മറ്റൊരു പ്രയോഗമാണ്. അതിൽ പറയുന്ന അദ്ദേഹം, യജ്ഞവും യാഗവുമാണ് സൂര്യന് എനർജി നൽകുന്നതെന്നാണ്. ആ എനർജിയാണ് സൂര്യൻ നമുക്ക് നൽകുന്നതെന്നാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് ഇത്രയും വിദ്യാസമ്പന്നനായിട്ടുള്ള ഇന്ത്യയുടെ നീതിന്യായത്തെ മുഴുവൻ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ന്യായാധിപൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈ മതപരമായിട്ടുള്ള വിഷയങ്ങളെ ഇന്ത്യൻ നിയമവ്യവസ്ഥ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ഇപ്പോഴുണ്ടാകുന്ന നിയമങ്ങൾ പര്യാപ്തമാണോ? കാരണം ഇന്ത്യയുടെ പോളിഫോണിക് നേച്ചറിന്, ബഹുസ്വരമായിട്ടുള്ള അതിൻ്റെ നേച്ചറിന്, അതിൻ്റെ സവിശേഷ ഘടനയ്ക്ക് ഈ നിയമങ്ങൾ മുഴുവൻ ഒരുപോലെ ബാധകമാക്കാൻ കഴിയുമോ എന്നാണ് എനിക്ക് പ്രശാന്തിനോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. നന്ദി.
അദ്ദേഹം ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിനുള്ള ആ ഒരു കമ്പാരിസൺ, ചൈനയിലെ ഇന്ത്യയിലെയും സ്ഥിതി തമ്മിലുള്ളൊരു വ്യത്യാസം. ചൈന ഒഫീഷ്യലി ഒരു എത്തീസ്റ്റ് സ്റ്റേറ്റാണ്. അവിടെ മതത്തിന് ഒരു പ്രാധാന്യമില്ല. തീരുമാനങ്ങൾ എടുക്കുന്നത് ഗവൺമെൻറ്റാണ്. മതത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്ഫിയറിൽ വ്യക്തികൾക്ക് ആചരിക്കാവുന്ന ചില കാര്യങ്ങളും വിശ്വാസങ്ങളും മാത്രമാണ്. ഇന്ത്യയിലെ സാമൂഹ്യ സ്ഥിതിയെപ്പറ്റി ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ അസംബ്ലി ഡിബേറ്റ്സിൽ പറഞ്ഞത്, ഇന്ത്യയിലെ ജനങ്ങളെല്ലാം മതനിബിഡമായിട്ട് ഉള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളിലും മതത്തിന് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്. ഒരാൾ ജനിച്ച് വീഴുമ്പോൾ മുതൽ എങ്ങനെയാണ് കുട്ടിയെ വളർത്തിക്കൊണ്ട് വരേണ്ടത്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആചാരങ്ങൾ ചെയ്യണം, ആ കുട്ടിയുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം, വിവാഹം എങ്ങനെയായിരിക്കണം, വിവാഹം കഴിക്കുന്നത് ആരെ ആയിരിക്കണം, വിവാഹമോചനം എങ്ങനെയായിരിക്കണം, സ്ത്രീക്ക് എന്ത് അവകാശമുണ്ട്, കുട്ടികളെ വളർത്തേണ്ട ബാധ്യത ആർക്കാണ്, മരിച്ചു കഴിഞ്ഞാൽ ആർക്ക് സ്വത്ത് പോവും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മതത്തിന് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മതസ്വാതന്ത്ര്യം എന്നുള്ള ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25, അന്ന് ഭരണഘടനാ അസംബ്ലി ഡിബേറ്റ്സിൽ ഇത് ചർച്ച ചെയ്തപ്പം ഡോക്ടർ അംബേദ്കർ പറഞ്ഞു, ഇതാണ് മതസ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ മതത്തിൽ വിശ്വസിക്കാനൊക്കെയുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നു. ഇതാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഭരണഘടന ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഭരണഘടനയിലെ തത്വങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ, ഇക്വാലിറ്റി, നോൺ ഡിസ്ക്രിമിനേഷൻ, അത് എല്ലാ പൗരരും തുല്യരാണ്, സ്ത്രീ പുരുഷൻ അങ്ങനെയുള്ള വിവേചനങ്ങൾ പാടില്ല, കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള വിവേചനങ്ങൾ പാടില്ല. ഏറ്റവും വലിയ യാഥാർത്ഥ്യം, സാമൂഹിക യാഥാർത്ഥ്യം, അദ്ദേഹം അതിൻ്റെ അനുഭവസ്ഥനായിരുന്നു. ദളിതരോടുള്ള പീഡനങ്ങൾ, ബാക്കി ജാതി തട്ടുതട്ടായിട്ട് തിരിച്ചുള്ള ആ സാമൂഹിക സ്ഥിതി, ഇതെല്ലാം ഉള്ള ഒരു സമൂഹത്തിൽ മതസ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം, മതങ്ങൾ പറയുന്നതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിൽ പിന്നെ ഈ ഭരണഘടനയിൽ ബാക്കി പ്രിൻസിപ്പിൾ എഴുതി വെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് മതസ്വാതന്ത്ര്യം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മതത്തിൽ വിശ്വസിക്കാനും ഓരോ വ്യക്തിക്കും അവരുടെ എസെൻഷ്യലി റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരാളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് പൗരസ്വാതന്ത്ര്യം, സിവിൽ റൈറ്റ്സ്, പൗരാവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള മതത്തിൻ്റെ കൽപ്പനകളല്ല മതസ്വാതന്ത്ര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർ അംബേദ്കർ ഇതിൻ്റെ അകത്തെ ഈ വേർഡിങ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 25 എഴുതി തയ്യാറാക്കിയപ്പോൾ അതിൽ പറഞ്ഞത് 3 പ്രധാന നിബന്ധനകളുണ്ട്. പബ്ലിക് ഓർഡർ, ഹെൽത്ത്, മൊറാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെ വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മതസ്വാതന്ത്ര്യമില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു മൗലികാവകാശത്തെ ധ്വംസിച്ചുകൊണ്ടുള്ള മതസ്വാതന്ത്ര്യമില്ല. ഈ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ ആർട്ടിക്കിൾ 25 മാത്രമേ ബാക്കി എല്ലാ മൗലികാവകാശങ്ങൾക്കും വിധേയമായിട്ടാണ് ഈ അവകാശം എന്ന് പറയുന്നുള്ളൂ. അതായത് മതസ്വാതന്ത്ര്യം, ബാക്കി റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 15 നോൺ ഡിസ്ക്രിമിനേഷൻ, ഇതിനെല്ലാം വിധേയമായിട്ട് വേണം ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്താൻ. ആർട്ടിക്കിൾ 25(2) വീണ്ടും പറയുന്നത് സെക്കുലറായിട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റേറ്റിൽ നിയമം ഉണ്ടാക്കാം. ഇപ്പം മതത്തോടനുബന്ധിച്ച കാര്യങ്ങളായിരിക്കും, പക്ഷേ അത് സെക്കുലറായിട്ടുള്ള കാര്യങ്ങളാണ്. പൗരാവകാശത്തിന് അല്ലെങ്കിൽ സോഷ്യൽ റിഫർമേഷന് വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കാം. പിന്നെ ഹിന്ദു ആരാധനാലയങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു, എല്ലാ വിഭാഗത്തിലും പെട്ടവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. പക്ഷേ നമ്മൾ 2008 കാണുന്നത് എന്താണ്? ഒരു ലഹള ഉണ്ടാവുകയാണ്. 2018 സുപ്രീം കോടതി ശബരിമല ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ എല്ലാ വിഭാഗത്തിലും വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളൊരു വിഭാഗമാണ്. അവർക്ക് ഈ അമ്പലത്തിൽ കയറാൻ സുപ്രീം കോടതി 4:1 4 ജഡ്ജിമാർ അതിന് അനുകൂലമായിട്ട് വിധി കൊടുത്തപ്പോൾ അതിനെതിരായിട്ട് ഇവിടെ സമരം നയിച്ചത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും ഉൾപ്പെടുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വന്നിട്ട് അതിനെ എതിർക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, സമൂഹം വളരെ മതത്തിലൂന്നിയ ഒരു വിശ്വാസത്തിലൂന്നിയ ഒരു സമൂഹമാണ്. അവിടെ ഭരണഘടനയിലെ മൂല്യങ്ങൾ പൂർണ്ണമായിട്ട് പ്രാവർത്തികമാക്കണമെങ്കിൽ കോടതിയിൽ നിന്ന് വിധി വന്നാൽ പോലും അത് നടപ്പാക്കി കിട്ടാൻ വലിയ പ്രയാസമാണ്. കാരണം സോഷ്യൽ റിയാലിറ്റി, സാമൂഹികമായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഭരണഘടനാ മൂല്യങ്ങൾ അത് അതേപടി പാലിക്കപ്പെടുന്നില്ല. ജാതി വലിയൊരു യാഥാർത്ഥ്യമാണ്. ഈ
10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള ആളുകൾ ഒരു വിഭാഗമാണ്. അത് എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കാൻ ഭരണഘടനയിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാണ് 4 ജഡ്ജിമാർ വിധി എഴുതിയത്. ഈ ഡോക്ടർ അംബേദ്കറുടെ സ്പീച്ച്, കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് എസെൻഷ്യലി റിലീജിയസ് ആയിട്ടുള്ള, അതാണ് സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞതിനെ സുപ്രീം കോടതി വ്യാഖ്യാനിച്ച് ഇപ്പോൾ പറയുന്നത് എന്താണ് മതത്തിൻ്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്, നിങ്ങളുടെ മതത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കോടതികൾ സമ്മതിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ അടുത്ത ചോദ്യത്തിന് ഉത്തരവായിട്ട് വിശദീകരിക്കാം. അപ്പോൾ ഈ താങ്കളുടെ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായോ അതോ എന്തെങ്കിലും? ഈ ഇപ്പോൾ പറഞ്ഞു വന്നത് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ പ്രാവർത്തികമാക്കണമെങ്കിൽ ഭരണഘടനയിലെ മൂല്യങ്ങൾ ജനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് ഇറങ്ങി ജനങ്ങളത് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നോ ഒരു നിയമം നിർമ്മിച്ചതുകൊണ്ട് മാത്രമോ കോടതിയിൽ നിന്നൊരു വിധി വന്നതുകൊണ്ട് മാത്രമോ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ 2 ദിവസം മുമ്പ് കേരള ഹൈക്കോടതിയിൽ നിന്ന് ജന്മനാ ബ്രാഹ്മണനല്ലാത്തവർക്കും പൂജാരിയാകാമെന്ന് പറഞ്ഞൊരു വിധി വന്നിരുന്നത് സ്വാഗതാർഹമാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും നേരത്തെ ശ്രീ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്ക് ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക്, ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് ലംഘിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തു എന്ന് പറയുന്നത് വീണ്ടും അവിടെ ഒരു പുരോഹിത വർഗം അവിടെ വലിയൊരു ബാറായിട്ട് നിൽക്കുകയാണ്. ഇത് വിശ്വാസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, പൗരാവകാശത്തിൻ്റെ കൂടെയാണ്. എല്ലാവരും തുല്യരാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു വിവേചനത്തിൻ്റെ ആവശ്യമില്ല. ഇതിൽ 4 ജഡ്ജിമാർ വിധി എഴുതിയവർ ആർട്ടിക്കിൾ 25 ബേസ് ചെയ്താണ് എഴുതിയത്. ഒരു ജഡ്ജി മാത്രം അതിൽ എഴുതി ഇതൊരു ഫോം ഓഫ് അൺടച്ചബിലിറ്റിയാണ്. ഏത് രീതിയിലുള്ള അൺടച്ചബിലിറ്റി, അതായത് മാറ്റി നിർത്തുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഭരണഘടന മുഖാന്തരം ബാഞ്ചേരി ആർട്ടിക്കിൾ 17 സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പാടില്ല എന്നുള്ളത്. ഈ മെൻസ്ട്രേഷൻ ഉള്ള സമയത്ത് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാതിരിക്കുന്നത് ഒരു ഫോം ഓഫ് അൺടച്ചബിലിറ്റി ആണ് എന്ന് ഡോക്ടർ ജസ്റ്റിസ് ധനഞ്ജയ് ചന്ദ്രചൂഡ് എഴുതി. ബാക്കി 3 ജഡ്ജിമാർ അതിനോട് യോജിച്ചിട്ടില്ല. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഒരു വിഭിന്ന വിധി എഴുതി. അവർ ഒരു ലേഡിയാണ്. അവരുടെ വിധിയിൽ പറയുന്നത് ആർട്ടിക്കിൾ 17 പറയുന്നുണ്ട് അൺടച്ചബിലിറ്റി പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ അത് കാസ്റ്റ് ബേസ്ഡ് അൺടച്ചബിലിറ്റി ആണ് എന്നാണ് പറയുന്നത്. ശരിയാണ്, ഭരണഘടനാ അസംബ്ലി ഡിബേറ്റ്സിൽ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അൺടച്ചബിലിറ്റിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ചന്ദ്രയോട് പറയുന്നത് ഈ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അൺടച്ചബിലിറ്റിയുടെ ബേസിസ് എന്ന് പറയുന്നത് പൊല്യൂഷൻ ആൻഡ് പ്യൂരിറ്റി, ശുദ്ധിയും അശുദ്ധിയുമാണ് ഇതിൻ്റെ ബേസിസ്. ഇതേ ബേസിസാണ് മെൻസ്ട്രൽ പീരീഡിലുള്ള സ്ത്രീകളെ ഒഴിവാക്കാൻ കാരണമായിട്ട് പറയുന്നത്. അപ്പം ശുദ്ധിയും അശുദ്ധിയും ബേസിസ് ആയിട്ടുള്ള ഒരു പ്രൊഹിബിഷൻ അത് ഭരണഘടനാ വിരുദ്ധമാണ്. ദിസ് ഈസ് എ ഫോം ഓഫ് അൺടച്ചബിലിറ്റി എന്ന് ചന്ദ്രയോട് എഴുതി. അതാണ് ശബരിമല വിധിയുടെ കാതൽ. ഇപ്പോഴും കേരള സമൂഹം പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ കണ്ടത് അതിനകത്ത് സംഘപരിവാർ മാത്രമല്ല, ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ കേരളത്തിൻ്റെ പ്രോഗ്രസീവായിട്ടുള്ള പാർട്ടിയിൽ നിന്നുള്ള മുഖ്യമന്ത്രി ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് പറയുകയാണ് ആരാണ് യഥാർത്ഥ വിശ്വാസി എന്ന്. വേറെ രാഷ്ട്രീയ നേതാവ് വേറെ ചില വാക്കുകളാണ്, ബീഫും പൊറോട്ടയും കഴിച്ചിട്ടാണ് ഫാത്തിമയും എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. ഇതെല്ലാം മനസ്സിലാക്കുന്നത് എല്ലാ പാർട്ടികളിലും ഈ ഹിന്ദുത്വ അല്ലെങ്കിൽ മതത്തിൻ്റെ അപരിമിതമായ സ്വാധീനം കടന്നു കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ജനങ്ങളെ പ്രീണിപ്പിക്കുന്ന രീതിയിലേക്ക് ഏതൊരു തരത്തിലുള്ള രാഷ്ട്രീയവും, അത് സംഘപരിവാർ മാത്രമല്ല, അതിൻ്റെ ആ ഹിന്ദുത്വ പല ഷെയ്ഡുകളിലായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി മതങ്ങളെയും പ്രീണിപ്പിക്കുന്നവരുണ്ടെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ചിലരെ ശത്രുക്കളായിട്ട് കാണുന്നു, ചിലർ എല്ലാവരെയും പ്രീണിപ്പിക്കുന്നു, അങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ മതങ്ങൾക്കുള്ള ആ സ്വാധീനം കുറയ്ക്കാത്തിടത്തോളം ഭരണഘടനയിൽ തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തില്ല എന്നാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. ഈ വാഗ്ദാനങ്ങൾ എത്താത്തതാണ് ഇന്ത്യയുടെ സോഷ്യൽ പ്രോഗ്രസ്സിനുള്ള ഏറ്റവും വലിയ തടസ്സം.